നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും മനസമാധാനം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. അത് ജനറലായിട്ട് നമ്മൾ നോക്കുകയാണ്. ഇൻഡിവിജ്വലായിട്ട് പലർക്കും പല രീതിയിലായിരിക്കുമെങ്കിലും ജനറലി നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടത്, പ്രവർത്തിക്കേണ്ടത് മനസ്സമാധാനം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്? ലെറ്റ്സ് സീ. ഓക്കെ, ഇവിടെ ബൗണ്ടറി വെക്കുക എന്നുള്ളതാണ്. നോ പറയേണ്ട കാര്യങ്ങളോട് നോ പറയുക. മറ്റുള്ളവർ ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുക. നമ്മുടെ മനസ്സിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് ശരിയല്ല, എനിക്കതല്ല വേണ്ടത് എന്ന് തന്നെ പറയാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ വളരെ ആവേശത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് അത് ക്ലോസ് വാച്ച് ചെയ്താലായിട്ട് മനസ്സിലാവും. വളരെ ശൗര്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ആ ഒരു ബൗണ്ടറി നോ ആണ്, നോ ഇസ് എ നോ എന്ന് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ ആ ഒരു നിലപാട് ജീവിതത്തിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ തന്നെ നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കും എന്നുള്ളതാണ്. ആൻഡ് വൺ മോർ കാർഡ്, യെസ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സൊസൈറ്റിയുടെ നോർംസ്, അതായത് സൊസൈറ്റിയിൽ വളരെ നോർമലാണ് എന്ന്, സോഷ്യൽ ലൈഫിൽ വളരെ നോർമലാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും അത് ഒരു അലിഖിത നിയമത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുക്കുക. അതിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ മടിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു തോട്ട് ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്ന കാര്യമാണ്. അതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഡെഫിനറ്റ്ലി അതിൽ ചലഞ്ച് ഉണ്ടാകും. എന്നാൽ അത് മറികടന്ന് നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രയത്നത്തിലാണ് നിങ്ങളുടെ മനസമാധാനം നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അതിനുവേണ്ടി ബോട്ടം എനർജി ഏസ് ഓഫ് സ്വാർഡ്സ് ആണ്. നിങ്ങളുടെ ചിന്താരീതികളെ ഉടച്ചു വാർക്കുക, അതായത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം എന്നതിലുപരിയായിട്ട് എപ്പോഴും കാലഘട്ടങ്ങൾ നിങ്ങളെ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒതൻറ്റിസിറ്റിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഇവിടുത്തെ മെസ്സേജ്.